നിങ്ങൾ ഈ കാണുന്ന ഈ ഫോണ് പൊളിച്ചടുക്കി വെച്ചേക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റും കൊണ്ടാണ് ഇത് ഇത്രയും പൊളിച്ചെടുക്കേണ്ടി വന്നത്. നമ്മുടെ അടുത്ത് ഈ ഫോൺ കൊണ്ട് തന്നേക്കുന്നത് ഇത് ചാർജ് കയറുന്നില്ലെന്ന് പറഞ്ഞാണ് കസ്റ്റമർ കൊണ്ട് തന്നേക്കുന്നത്. അപ്പം നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റിയ ചാർജ് പിന്ന് ഡാമേജ് ആണ്. ചാർജ് പിന്ന് മാറിയാലേ ഉള്ളൂ റെഡി ആവുള്ളൂ. എന്തായാലും നമ്മൾ പുതിയ ചാർജ് പിന്ന് മാറിയിട്ടുണ്ട്. ഇതാണ് പഴയ ചാർജിങ് പിന്ന്. എന്തായാലും ഇത് മാറിയിട്ടിട്ടും കാര്യമൊന്നുമില്ല. കാരണം ഒരു വലിയ പണി നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. കംപ്ലയിൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ചാർജ് പിന്ന് മാറിക്കഴിഞ്ഞാൽ ചാർജ് കയറുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ ഗതിയിൽ ഈ ഫോൺ നമുക്ക് കൊടുത്തുവിടാൻ പറ്റത്തില്ല. ഇതിൻ്റെ ഡിസ്പ്ലേ ഡാമേജ് ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് കസ്റ്റമറോട് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ചാർജ് പിന്ന് കംപ്ലയിൻ്റ് ഉണ്ട്, ബാറ്ററി കംപ്ലയിൻ്റ് ഉണ്ടെന്ന് അന്ന് നമ്മൾ കസ്റ്റമറോട് പറഞ്ഞെങ്കിലും കേട്ടില്ല. ഈ പ്രാവശ്യം ആ ഡിസ്പ്ലേയുടെ ഗ്രില്ലിൻ്റെ ഭാഗം വെച്ച് പൊട്ടിച്ചുകൊണ്ടാണ് വന്നത്. ഇത് ഫ്രണ്ട് ഓപ്പൺ ഫോൺ ആയതുകൊണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ഇളക്കെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ സ്ക്രൂ മൊത്തം ഇതിനകത്ത് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഫോൺ അഴിക്കാൻ പറ്റുള്ളൂ. അന്ന് നമ്മൾ കസ്റ്റമറോട് ഇതിൻ്റെ സാധ്യതകളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതാണ്. ഇതിൻ്റെ ബാറ്ററി മാറണം, ചാർജിങ് പിന്ന് മാറണം എന്നൊക്കെ അന്ന് പറഞ്ഞതാണ്. പക്ഷേ കസ്റ്റമർ കേട്ടില്ല. അന്ന് അത് മാറുമായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഈ ഡിസ്പ്ലേയും കൂടെ ഇതിൻ്റെ പുറമെ മാറേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഇപ്പോൾ ഡിസ്പ്ലേയും ഡാമേജ് ആയിട്ടുണ്ട്. ഈ ഡിസ്പ്ലേയുടെ അടിയിൽ ഇത്രമാത്രം സ്ക്രൂകളുണ്ട്. ഇത് മൊത്തം അഴിച്ചെങ്കിലും നമുക്ക് ഈ ഫോൺ അഴിക്കാൻ പറ്റുള്ളൂ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഡിസ്പ്ലേയും കൂടെ മാറേണ്ടി വരും. ഇപ്പോൾ തന്നെ എത്ര രൂപ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് അന്ന് ചെയ്യുമായിരുന്നെങ്കിൽ ഒരു ഡിസ്പ്ലേയുടെ പൈസ നമുക്ക് ലാഭിക്കാമായിരുന്നു. അന്ന് പുള്ളി ചെയ്തില്ല. അത് ചെയ്യുമായിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് തന്നെ കാര്യം, ഒരു ഡിസ്പ്ലേ കൂടെ മാറേണ്ടി വരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഈ ജെ സീരീസ്, സാംസങ്ങിന് ജെ സീരീസ് മിക്കതും ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. അതിന് പ്രത്യേകിച്ചും ഡിസ്പ്ലേക്ക് പൊട്ടലുണ്ടെങ്കിൽ ഒരു കാരണവശാലും അഴിക്കാൻ നിൽക്കല്. നിന്നാൽ ഇതാണ് പണി, ഡിസ്പ്ലേയും കൂടെ മാറേണ്ടി വരും.